സച്ചിരേവു എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആദിയുടെ വീട്ടിലോട്ട് നമ്മുടെ രേവതിനെ ആക്കി കൊടുക്കുന്ന സച്ചിയെയാണ്. രേവതിയെ അവിടെ ആക്കിയിട്ട് സച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ രേവതി ഉള്ളിലോട്ട് കയറുകയാണ്. അങ്ങനെ അവിടുത്തെ അമ്മയെ കാണുന്നു. അമ്മ ചോദിക്കുന്നുണ്ട്, ആ മോളെ രേവതി, എന്താ മോളെ, എന്താ ഈ വഴിക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. അതല്ല അമ്മേ, ഞാനൊന്ന് സച്ചിയേട്ടന് ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ എന്നെ ഇങ്ങോട്ട് ആക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞ കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്ന് പറയാണ്. ആദ്യം എവിടെയെന്ന് ചോദിക്കുകയാണ്. ആദ്യം അവിടെ കളിക്കാൻ പോയിരിക്കുകയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ, ഇപ്പോൾ വരും. അല്ല, ഞാൻ ആദ്യം കാണട്ടെ എന്ന് പറയാണ്. വേണ്ട മോളെ, ആദ്യം ഇപ്പോൾ വരും. സച്ചിയോട് പറഞ്ഞേക്ക് മോളെ, പതിയെ വന്നാൽ മതി, നമുക്കിവിടെ നാട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാമല്ലോ എന്ന് പറയാണ്. എന്നാൽ മോള് വാ, ഉള്ളിലോട്ട് വാ എന്ന് പറഞ്ഞ് രേവതിയെ ഉള്ളിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ രേവതി അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. രേവതിയുടെ കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിയായിട്ട് കല്യാണത്തിന് ശേഷമാണോ പരിചയപ്പെട്ടത്, എങ്ങനെയാണ് കല്യാണം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ രേവതിക്ക് അത് പറയാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇതേ സമയം അങ്ങോട്ടേക്ക് ആദി കയറി വരികയാണ്. ആദി രേവതിയെ കാണുന്നതും ഓടി വന്ന് ആൻറ്റി എന്ന് വിളിക്കുകയാണ്. ആ മോനെ ആദി എന്ന് പറഞ്ഞ് ആദിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആദി പറയുന്നുണ്ട്, എൻ്റെ കൂടെ കളിക്കാൻ ആരും വന്നില്ല, എല്ലാവരും പോയി, എൻ്റെ അടുത്ത് പിണങ്ങി പോയി എന്ന് പറയാണ്. ആൻറ്റി എൻ്റെ കൂടെ കളിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, ആൻറ്റി കളിക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ രേവതി ആദിയുടെ കൂടെ കളിക്കുകയാണ്. ആദിയും രേവതിയും കളിക്കുന്നതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവിടുത്തെ അമ്മ. അങ്ങനെ ഇതേ സമയം കളിച്ച് നേരെ ബോള് റോട്ടിലോട്ട് നേരെ തെറിച്ച് പോവാണ്. എന്നാൽ ഇതെടുക്കാൻ വേണ്ടി ഓടിപ്പോകുന്ന ആദിയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആദി ബോൾ എടുക്കാൻ നേരത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. ആദിയാണെങ്കിൽ ആ വണ്ടിയെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ രേവതി ഓടിച്ചെന്ന് മോനെ ആദി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ആദിയെ രക്ഷപ്പെടുത്തുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറുതായൊന്ന് വണ്ടി തട്ടി രേവതി അവിടെ വീണു. എന്നാൽ ഇതേ സമയം ഓപ്പോസിറ്റ് അതേപോലെ തന്നെ സച്ചി വരുന്നുണ്ട്. സച്ചി ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ സച്ചി വേഗം എടാ എന്ന് വിളിച്ചിട്ട് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ബൈക്ക് കൊണ്ട് നിർത്തി വണ്ടി ഓടിച്ചിരുന്ന ആ ഡ്രൈവറെ വലിച്ചിറക്കുകയാണ്. എന്നിട്ട് 2 അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനും ഒരു ഡ്രൈവറാണ്, എനിക്കൊരു വണ്ടിയുണ്ട്, ഞാനും റോട്ടിലൂടെ പോകുമ്പോൾ തട്ടും മുട്ടും ഒക്കെ ചെയ്യാറുണ്ട്, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി ഇറങ്ങി കാര്യങ്ങൾ ചോദിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകണം, അതൊക്കെ ചെയ്യേണ്ട ഒരു മാന്യതയാണെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്തോട്ട് വലിച്ചു കൊണ്ടുവരുന്നുണ്ട് ഈ ഡ്രൈവറെ. എന്നിട്ട് പറയുന്നുണ്ട്, മാപ്പ് പറ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാപ്പൊക്കെ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാമെന്ന് അയാൾ പറയുന്നുണ്ട്. വേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാളെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ രേവതിയെ അമ്മയും അതുപോലെ സച്ചിയും കൂടെ പിടിച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കാലിൽ നല്ലപോലെ നീരൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അമ്മ. നീരുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഡോക്ടറെ കാണിക്കാൻ ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ട്, അപ്പോൾ അവിടെ പോയി കാണിച്ചൂടെ എന്നൊക്കെ അമ്മ പറയുകയാണ്. ഇതേ സമയം പെട്ടെന്ന് തന്നെ സച്ചി പുറത്തോട്ട് ഓടി എന്തൊക്കെയോ പച്ചിലകളൊക്കെ പറിച്ച് അതിൻ്റെ നീര് നമ്മുടെ രേവതിയുടെ കാലിൽ ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്തൊക്കെ രേവതിക്ക് ഒരുപാട് സന്തോഷമാണ്. രേവതിയുടെ മുഖത്ത് വളരെ സന്തോഷത്തോടു കൂടി സച്ചിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ശ്രദ്ധിക്കണ്ടേ, നിനക്ക് 2 മത്തങ്ങ പോലെ 2 കണ്ണുണ്ടല്ലോ, നീ എന്താ ശ്രദ്ധിക്കാതെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അത് പിന്നെ ആദിയെ രക്ഷിക്കാൻ വേണ്ടി പോയതാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ആദിയെ വണ്ടി തട്ടിയിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട് സച്ചി ഇങ്ങനെ രേവതിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാ എന്നും പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് വരട്ടെ എന്ന് പറഞ്ഞ് സച്ചി പോയി. അങ്ങനെ സച്ചി വണ്ടി എടുത്ത് വന്ന് നേരെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് ദേവുവിനെയും ശ്രീകാന്തിനെയുമാണ്. അങ്ങനെ ദേവു ശ്രീകാന്തിനെ കാണുമ്പോൾ ആ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയോ എന്നൊക്കെ ശ്രീകാന്തേട്ടനോട് ചോദിക്കുന്നുണ്ട്. ദേവു എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചി പോയതിന് ശേഷം ഞാനാണ് പൂവൊക്കെ കൊണ്ടു കൊടുക്കാറ്, പിന്നെ പകല് പഠിക്കും, അതുപോലെ വൈകിട്ട് ജോലിയും ചെയ്യും, അതൊക്കെ എങ്ങനെ പോകുന്നു എന്ന് പറയാണ്. എന്തായി, റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ എന്തൊക്കെയാ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുന്നുണ്ടോ, അതോ ഹോസ്പിറ്റലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, പിന്നെ എൻ്റെ ഫുഡ് നീ കഴിച്ചിട്ടില്ലല്ലോ, ഒന്ന് കഴിച്ച് നോക്കുക എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഫാൻസൊക്കെ ഉണ്ടോ ഫുഡിന് എന്ന് ചോദിക്കുകയാണ് ദേവു. അപ്പോൾ ശ്രീകാന്ത് പറയുക, പിന്നെ എനിക്കൊരു ഫാനുണ്ട്, പേരറിയില്ല, നാടറിയില്ല, ഒന്നും അറിയില്ല, പക്ഷേ എനിക്കൊരു ഫാനുണ്ട്, എന്നും വിളിച്ചിട്ട് എൻ്റെ ഫുഡ് ഓർഡർ ചെയ്യും, എന്നിട്ട് നല്ല അഭിപ്രായങ്ങളും പറയും, എന്നും പുതിയ ഡിഷ് ഞാൻ പരീക്ഷിക്കുന്നത് അങ്ങനെയാണെന്ന് പറയാണ്. അതെ, പേരും നാളൊന്നും അറിയില്ല അല്ലേ, അതെന്തോ ഒരു തരികിടയാണല്ലോ എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇതേ സമയം ദേവു പറയാണ്, ഇനി നോക്കിക്കോ, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ലവ് യു പറയും, ഉറപ്പാണെന്ന് പറയാണ്. അങ്ങനെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് 2 ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ 2 നടക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അമ്മയെ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ ഡ്രസ്സ് കടയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ അമ്മ ചുറ്റോറം നോക്കുന്നുണ്ട്, ഇവർ സംസാരിക്കുന്ന നാട്ടിലാരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ഇല്ല, ഞാൻ അമ്മേനെ കാണാൻ നിൽക്കുന്നില്ല, പോവാണെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ്.
അങ്ങനെ ദേവുൻ്റെ അമ്മ ദേവുൻ്റെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയും ശ്രീകാന്തും ഫ്രണ്ട്സൊക്കെ ആയിരിക്കും, പക്ഷേ നാട്ടിലുള്ളവർ കണ്ട് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ അമ്മയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ നിനക്കറിയാമല്ലോ, അവിടെ നമ്മുടെ രേവതിക്ക് അല്ലേലേ അവിടെ ഒരു സുഖമില്ല. ഇപ്പം ഇതും കൂടെ ആയിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, വല്ലാണ്ട് സംസാരമൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ എന്നാൽ പോവാന്ന് പറഞ്ഞ് ദേവുനെ കൂട്ടി പോവാണ്. പക്ഷെ ദേവുന് എന്തോ പോലെ തോന്നുകയാണ് അമ്മ ഈ പറഞ്ഞത് കേട്ടിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയെയും അതുപോലെ രേവതിയെയാണ്. സച്ചി വീടിന് മുൻപിൽ വണ്ടി നിർത്തി ദേവുവിനെ ഇറക്കുകയാണ്. അങ്ങനെ ദേവു പറയുന്നുണ്ട്, എനിക്ക് വേദനയുണ്ട്, നല്ല വേദനയുണ്ടോ ചോദിക്കണം. ആ വേദനയുണ്ട്, നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, നടക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഒരു അടി പോലും വയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്നതും സച്ചി വാരിയെടുക്കുകയാണ് നമ്മുടെ രേവതിയെ. അങ്ങനെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം രേവതിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. രേവതി കണ്ണ് ചിമ്മാതെ സച്ചിയുടെ മുഖത്തോട്ട് നോക്കുകയാണ്. എന്നാൽ പാർവതി അമ്മ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഇവർ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ആകെ ഞെട്ടി നിൽക്കുകയാണ്. നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ വേഗം വിളിക്കുന്നുണ്ട്, കലാവതി അമ്മ ഇങ്ങ് വരൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കലാവതി അമ്മ അത് കാണുമ്പോഴും അവർക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. വില്ലാളി വരുന്ന പോലെയല്ലേ സച്ചി രേവതിയെ എടുത്ത് നിൽക്കുന്ന എന്ന് പാർവതി പറയാണ്. അങ്ങനെ കലാവതി അമ്മയൊക്കെ ഇറങ്ങി ചെല്ലുകയാണ് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും എടുത്തിട്ട്. എന്നിട്ട് കലാവതി അമ്മ പറയുന്നുണ്ട്, ഈശ്വര 11 ദിവസം തൊഴാമെന്നേ പറഞ്ഞുള്ളൂ, ഇതിപ്പോൾ 2 ദിവസമായപ്പോഴേക്ക് ഇങ്ങനെയായോ എന്ന് ചോദിക്കുകയാണ്. നീ നാട് മൊത്തം ഇവളെ എടുത്ത് കറങ്ങിക്കോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ പാർവതി അമ്മ പറയുന്നുണ്ട്, ഇപ്പം നാട്ടിലുള്ളവർക്ക് കണ്ടിട്ടുണ്ടായില്ലേ എന്ന് ചോദിക്കുകയാണ്. കാണട്ടെ, എല്ലാവരും കാണട്ടെ, അവൻ്റെ ഭാര്യയല്ലേ, അവനത് എടുത്ത് നടക്കാം, അവനിനി ഈ നാട് മൊത്തം നീ ഇവളെ എടുത്ത് നടന്ന് ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോൾ രേവതിയും പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം സച്ചി പറയാണ്, ഇവക്കേ കാലിന് വയ്യ, അതുകൊണ്ട് ഞാൻ ഇവളെ എടുത്തത്, ചെറുതായി ഒന്ന് വണ്ടി തട്ടി, ഞാൻ അതുകൊണ്ട് എടുത്തതാണെന്ന് പറഞ്ഞ് വേഗം തന്നെ രേവതീനെ എടുത്ത് ഉള്ളിൽ കൊണ്ട് ഇരുത്താണ്. അയ്യോ എന്താ പറ്റി രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് കലാവതി അമ്മയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഉള്ളിലോട്ട് പോയി നേരെ അവിടെ സോഫയിൽ ഇരുത്തിയപ്പോൾ പറയുന്നുണ്ട്, ഈശ്വര എന്തൊരു വെയിറ്റ് ഇവൾക്ക്, മുല്ലപ്പൂ കച്ചവടം നടത്തുന്നവൾക്ക് അമ്മിക്കല്ലിൻ്റെ വെയിറ്റ് ആണെന്ന് പറഞ്ഞ് അവിടെ സച്ചി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് രേവതി. നീ എന്താടാ പറയുന്നത്, നീ ശ്രദ്ധിക്കേണ്ട ഇവളേനെ, പിന്നെ ഇവള് കുഞ്ഞു കുട്ടിയല്ലേ, ഞാൻ തലയിലേറ്റി നടക്കണമല്ലോ എന്ന് പറയാണ് സച്ചി. നീയാ നോക്കണ്ടേ ഇവളേനെ, നീ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അതെ ഇനി ഞാൻ ശ്രദ്ധിക്കാം. അങ്ങനെ ചീത്ത പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോയി. എന്താ മോളെ വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം അങ്ങോട്ടേക്ക് രവി വരുന്നുണ്ട്, നമ്മുടെ സച്ചിയുടെ അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ രവി എന്താ ഈ നേരത്തെ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ. അങ്ങനെ എന്ത് പറ്റി മോളെ, എന്താ കാലിന് പ്രശ്നം എന്ന് ചോദിക്കണം. ചെറുതായി ഒന്ന് വണ്ടി തട്ടേ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്, ചെറുതായിട്ടുള്ളൂ, കാലൊന്ന് ചെറിയൊരു വേദന അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ സച്ചി വരുന്നുണ്ട്, ആ അച്ഛനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഓർത്തേ ഉള്ളൂ, പിന്നെ കള്ളം പറയണ്ട, അതേ അച്ഛൻ ഞാൻ ഇപ്പോൾ ഓർത്തേ ഉള്ളൂ അച്ഛനെ കുറിച്ച് എന്ന് പറയാണ്. പിന്നെ എന്തൊക്കെയാണ് ഇവരെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. എന്താ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രവി പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല വന്നിട്ടുള്ളത്, വേറൊരാളും കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, സുധിയാണോ എന്ന് ചോദിക്കുകയാണ് കലാവതി അമ്മ. ചന്ദ്രയാണെന്ന് പറയാണ്. ഇത് കേൾക്കുന്നതും എല്ലാവർക്കും ഒരു അത്ഭുതം പോലെ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി വരുവാണ്. അങ്ങനെ വന്ന അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എന്താവോ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഉദ്ദേശം എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യമുണ്ട്, അല്ലാണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരില്ലേ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. നീ എന്താ എനിക്കിങ്ങോട്ട് വന്നൂടെ, നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ വരുള്ളൂ, അതെനിക്കറിയാം എന്ന് പറയുകയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കടാ, വന്ന ഉടനെ തന്നെ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണേ എന്ന് രവി പറയുന്നുണ്ട്. അങ്ങനെ കലാവതി പറയുന്നുണ്ട്, നീ ഇവിടെ വന്നിരിക്കുക, എന്താ ഇവിടെ വന്നിരിക്കുക എന്ന് പറയാണ്. അങ്ങനെ രേവതിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്താ മോളെ പറ്റിയത് കാലിന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് വണ്ടി തട്ടിയതാണ്, കാലിന് പ്രശ്നമുണ്ട്, വേദന ഉണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് ചന്ദ്രമതി ചോദിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് അങ്ങനെ രവി സച്ചിനെ കൊണ്ട് പോവാണ്. കാരണം സച്ചി ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങ് വാ എന്ന് പറഞ്ഞ് സച്ചി പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. രേവതിയാണെങ്കിൽ കാലിൽ വേദന കൊണ്ട് ഇങ്ങനെ പുറത്തിരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് സച്ചി കസാരയൊക്കെ ഏറ്റി വരുന്നുണ്ട്. അങ്ങനെ സച്ചി പുറത്തിരുന്ന് രേവതിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ വേദനയുണ്ടോ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. രവിയും കലാവതി അമ്മയും പുറത്ത് പറമ്പിലൊക്കെ ചുറ്റി നടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് ചന്ദ്രമതി കയറി വരികയാണ്. എന്താ മോളെ കാലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, കാല് കയറ്റി വെക്കണ്ടേ, എന്നാലല്ലേ നീര് പോവുള്ളൂ, എന്നാലല്ലേ വേദന ഇല്ലാതിരിക്കുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ ചന്ദ്രമതി കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്കാണെങ്കിലും എന്തോ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോളെ അങ്ങനെ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് കലാവതി അമ്മയും അതുപോലെ രവിയും വരുന്നുണ്ട്. കലാവതി അമ്മ വരുമ്പോൾ
തന്നെ സച്ചി ഇരുന്ന കസേരയിൽ നിന്ന് എണീറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ കലാവതി അമ്മയെ കാണുമ്പോൾ ചന്ദ്രമതി എന്നുമില്ലാത്ത എഴുന്നേപ്പൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കലാവതി ചോദിക്കുന്നുണ്ട്, കലാവതി അമ്മ ചോദിക്കുകയാണ്, നീ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാറില്ലല്ലേ, എപ്പോഴെങ്കിലല്ലേ നിൽക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇവളെ കണ്ടു പഠിക്കണം, ഇവൾക്ക് വെയ്യെങ്കിലും അമ്മായിമ്മ വന്നപ്പോൾ കണ്ടില്ലേ അവൾ എഴുന്നേറ്റ് വന്നില്ലേ, അതാണ് ഇവളെ കണ്ടു പഠിക്കണം എന്ന് പറയണം. അങ്ങനെ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നല്ല സന്തോഷത്തോടു കൂടിയാണ് ചന്ദ്രമതി നിൽക്കുന്നത്. കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ പഴയ സ്വഭാവം എടുക്കും. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും